എന്ന വ്യാജ ദൈവം. പ്രിയ DCL കൂട്ടുകാരെ, ആലുവയിൽ അയൽപക്കത്തുള്ള തന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നും പുസ്തകം വാങ്ങാനാണ് 12 വയസ്സുകാരിയായ ആ മകൾ അമ്മയോട് ഫോൺ വാങ്ങി രാത്രി 8:30 കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങിയത്. എന്നാൽ അവൾ കൂട്ടുകാരുടെ വീട്ടിലും എത്തിയില്ല, അമ്മയുടെ അരികിലും എത്തിയില്ല. അതികേറിയ അമ്മ വിവരം പോലീസിൽ അറിയിക്കുന്നു. സമർത്ഥരായ ആലുവ പോലീസ് കേസ് അന്വേഷിക്കുന്നു. കുട്ടിയുടെ കയ്യിലുള്ള അമ്മയുടെ ഫോൺ ലൊക്കേഷൻ നോക്കിയപ്പോൾ സ്ഥലം കാസർഗോഡ്. ഒറ്റയ്ക്ക് കുട്ടി ആ സമയം കൊണ്ട് കാസർഗോഡ് എത്തില്ല എന്നറിയാവുന്ന പോലീസിനോട് അമ്മ പറഞ്ഞു കൊച്ചിന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. 12 വയസ്സുകാരുടെ ഇൻസ്റ്റഗ്രാം പരിശോധിച്ച പോലീസ് ഞെട്ടി. ചെറായി ബീച്ചിൽ ഐസ്ക്രീം കച്ചവടം നടത്തുന്ന 26 വയസ്സുള്ള കൊല്ലംകാരനുമായി 12കാരുടെ ചാറ്റിംഗ് കണ്ടപ്പോൾ പോലീസ് പോലും അന്തം വിട്ടു. രാവിലെ കുട്ടിയെ കണ്ടെത്താൻ ആലുവ പോലീസ് സ്വന്തം വാഹനത്തിൽ യാത്ര ആരംഭിച്ചു. ആലുവ, കാസർഗോഡ്, മംഗലാപുരം, ഗോവ വഴി മുംബൈയിലെ ധാരാവിയിൽ, അവിടെ നിന്നും ഡൽഹിക്ക് പോകും വഴി പൂനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൊച്ചിനെയും ബെസ്റ്റിയെയും പോലീസ് പൊക്കി. കൊച്ചിൻ്റെ ഇൻസ്റ്റയിലെ ബെസ്റ്റിക്ക് പോക്സോ കേസിൽ അറസ്റ്റും റിമാൻഡും. ബാലതലമുറയുടെ സുരക്ഷിതത്വത്തെപ്പറ്റി സുബോധത്തോടെ ചിന്തിക്കുന്ന പല വിദേശ രാജ്യങ്ങളും 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചു കഴിഞ്ഞു. ഓസ്ട്രേലിയ, ബ്രസീൽ, UK, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ 2025 മുതൽ കുട്ടികളുടെ ഓൺലൈൻ ഉപയോഗം, സ്ക്രീൻ ടൈം, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവ പരിശോധിക്കുകയും നിരോധിക്കുകയും ചെയ്തു കഴിഞ്ഞു. ആ രാജ്യങ്ങളെല്ലാം ബുദ്ധിവികാസം പ്രാപിക്കാത്തവരാണോ? ശാസ്ത്രീയ പുരോഗതിയെ അംഗീകരിക്കാത്തവരാണോ? അല്ല. പുരോഗതിയും വികസനത്തിൻ്റെയും ഒന്നാം നിരയിലുള്ള രാജ്യങ്ങളാണ് കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചത്. പ്രിയ കൂട്ടുകാരെ, ഈ അടുത്ത കാലത്തെ ചില കൂട്ടുകാരുടെ സ്വഭാവവും പെരുമാറ്റവും മാതാപിതാക്കളെയും മുതിർന്നവരെയും ഏറെ ആകുലചിതരാകുന്നുണ്ട്. ആരാണ് എൻ്റെ യഥാർത്ഥ കൂട്ടുകാർ എന്ന സത്യം വീട്ടിൽ പറയാത്ത കുട്ടികളുടെ എണ്ണം കൂടുകയാണ്. പല കുട്ടികൾക്കും അവരുടെ പെരുമാറ്റത്തെയും ശീലങ്ങളെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നത് അവരുടെ മാതാപിതാക്കളല്ല, മതബോധം പകരുന്ന ധാർമ്മികതയല്ല, പകരം അവരുടെ പിയർ ഗ്രൂപ്പാണ്. സമപ്രായക്കാരായ കൂട്ടുകാരാണ് പല കുട്ടികളുടെയും ദൈവം. മുമ്പ് മാതാപിതാക്കൾ പറയുന്നത് ദൈവം പറയുന്ന പോലെ മക്കൾ കേട്ടിരുന്നു. ഇന്ന് പിയർ ഗ്രൂപ്പാണ് പലരുടെയും ദൈവം. സോഷ്യൽ മീഡിയയാണ് ദൈവം. ഇതുവരെ കാണാത്ത വെറും മോഹവാക്കുകൾ മാത്രം ഇൻസ്റ്റയിൽ കുറിക്കുന്ന അജ്ഞാത സുഹൃത്താണ് ദൈവം. മക്കളെ കൺമുന്നിൽ കാണുന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഗുരുഭൂതരെയും അവഗണിച്ചിട്ട് മറഞ്ഞിരിക്കുന്ന വ്യാജ സ്നേഹിതരെ വിശ്വസിച്ചാൽ മക്കൾക്കും വഴിതെറ്റും എന്ന് തീർച്ച. ചെറുപ്പം തന്നെയാണ് മക്കളെ. ചെറുപ്പം ഒരിക്കലും വലുപ്പമാകില്ല. മാതാപിതാക്കൾ നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വളർത്തണോ അതോ നിങ്ങളുടെ നന്മയ്ക്കായി വളർത്തണോ? അവരുടെ ജീവിത പാഠങ്ങൾ ഒരു വിലയുമില്ലേ? തഴച്ചു വളരുന്ന പല ചില്ലകളെയും ഉഴച്ചു വളരുന്നതാണെന്ന് നല്ല കർഷകനറിയാം. നല്ല കർഷകൻ ചില്ലകളുടെ ചൊല്ലുകൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്. ഫലം കായ്ക്കാത്ത ചില്ലകൾ വെട്ടി ദൂരെ എറിയണം. അതുപോലെ മക്കളുടെ പല ചീത്ത ശീലങ്ങളും ഉപേക്ഷിക്കാൻ മാതാപിതാക്കൾ പറയുമ്പോൾ മക്കൾ അവർ ഉപേക്ഷിക്കണം. അല്ലാതെ പലപ്പോഴും പിയർ ഗ്രൂപ്പിൻ്റെ കയ്യടി നോക്കി കുടുംബത്തെ മറക്കുന്നവർ വ്യാജന്മാരുടെ പിന്നാലെ പോയി നിത്യമായ ചതിക്കുഴിയിൽ നിബന്ധിക്കും. കൂട്ടുകാർക്ക് ശരിയായ വഴിയിൽ വളരാനും കുടുംബത്തിൻ്റെ ഐശ്വര്യമാകാനും ഇടവരട്ടെ. സ്നേഹാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.